അർജുന എവിടെ? അർജുനോ? നാടകം മതിയാക്ക് സത്യഭാമേ. സംസാരിച്ച് നിൽക്കാൻ എനിക്കധികം സമയമില്ല. അർജുനെ ഇറക്കി വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വസുമതി, സത്യമായിട്ടും അർജുൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ ചക്രക്കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പലതും അറിയാത്തതാ രാഘവേട്ട. അർജുൻ ഇവിടെ ഉണ്ട്, എനിക്കത് ഉറപ്പാ. കല്യാണ വേഷം ധരിച്ചു വരാൻ വേണ്ടി റൂമിലേക്ക് പറഞ്ഞയച്ചതാ ഞാൻ അവനെ. അവിടെ നിന്ന് മുങ്ങി അവൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ പൊങ്ങാനാ? അവൻ ഇവിടെ തന്നെയുണ്ട്, 100% ഉറപ്പാ. ഓരോ വേണ്ടാതീനം പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്ന് ബഹളം വെച്ചാലേ നിങ്ങൾ വിവരം അറിയും കേട്ടോ. അസത്തെ, എന്ത് വിവരം അറിയുന്നാടി നീ പറയുന്നേ? എന്റെ മകനെ പിടിച്ചു വെച്ചതിന് പോലീസിനെയും കൊണ്ടാ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തത് എന്റെ മര്യാദ. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ എന്റെ ഒരു കൈക്ക് ഒതുങ്ങാവുന്നതല്ലേ ഉള്ളൂ. അതാ ഞാൻ നേരിട്ട് വന്നത്. വസുമതി, ഞാനാ പറയുന്നത്, നിന്റെ അർജുൻ ഇവിടെ ഇല്ലടി. ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ഇല്ല ഇല്ല ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ശരി, തർക്കം വേണ്ട. അർജുനേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ വസുമതേന്റെ ഈ പറഞ്ഞതിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യണം പറഞ്ഞാ മതി. ഭാമാൻഡി പറയുന്ന പടി ചെയ്യേണ്ടി വരും, അതിപ്പോ എന്തായിരുന്നാലും. എന്താ, സമ്മതമാണോ? സമ്മതം. പകരം അർജുൻ ഇവിടെ ഉണ്ടെങ്കിൽ സത്യഭാമ എന്ത് ചെയ്യുമെന്ന് പറയൂ. ഞാൻ പറയുന്ന പണി തിരിച്ചു ചെയ്യോ സത്യഭാമ? ഉത്തരം പറയടി. ശരി വസുമതി, വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് നിനക്ക് അർജുനെ കിട്ടിയ നീ പറയുന്ന പണി ചെയ്തിരിക്കും ഈ സത്യഭാമ. എന്നാ അതിന് തയ്യാറായിക്കോ സത്യഭാമേ. നിന്റെ ഈ കൊട്ടാരത്തിന്ന് പൂച്ച എലിയെ തൂക്കുന്ന പോലെ അവനെ പൊക്കും ഞാൻ ഇപ്പൊ തന്നെ. എന്നാൽ അതൊന്ന് കാണട്ടെ. നീ നോക്കിക്കോ, തടയാൻ ഞാൻ നിൽക്കുന്നില്ല. കുന്തം പോയാ കൊടത്തിലും തപ്പണമെന്നാ പ്രമാണം. ഓ, ഇവിടുത്തെ കരിക്കലത്തിൽ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അടുക്കളയിലോട്ട് പോയത്. എന്നിട്ട് കിട്ടിയ വസുമതി നിനക്ക് നിന്റെ സന്താനത്തെ? അതെ സത്യഭാമേ, പക്ഷെ കരിക്കലം നീ വെച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ മാത്രമല്ലല്ലോ, മുകളിലും നമുക്കൊന്ന് തപ്പി നോക്കാം. കൂടെ നിങ്ങളും വന്നാ മതി. ഇതല്ലേ പ്രീതിയുടെ റൂം? ഇതെന്താ അടച്ചിട്ടിരിക്കുന്നെ? അർജുനേട്ടന്റെ കല്യാണം മുടക്കാതിരിക്കാൻ ഭാമാൻഡി ശാലിനിയും പ്രീതി ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഭാമാൻഡി അങ്ങനെ ചെയ്തേ. നല്ലതിനോ ചീത്തയ്ക്കോ എന്ന് നമുക്ക് കണ്ടറിയാം. എനിക്ക് കാണണം ഇതിനകത്ത് ആരാന്ന്. ഇതെന്താ സത്യഭാമേ,
നീ ശാലിനിയും പ്രീതിയും പൂട്ടിയിട്ടത് എന്റെ മോനോടൊപ്പമാണോ? കരിക്കൊടത്തിന്ന് തന്നെ കിട്ടിയല്ലോ എന്റെ സന്താനത്തെ. സത്യമായിട്ടും ഞാൻ അറിഞ്ഞതല്ല ഇത്. ഞാൻ വിശ്വസിക്കണം. സത്യഭാമയുടെ വാക്ക്. ഥു. ശാലിനി സത്യം പറ, ഇത് നിന്റെ പണിയല്ലേ എന്നെ അപമാനിക്കാനായിട്ട്? സത്യമായിട്ടും അല്ല സത്യമേ, ഞാനിവിടെ തനിയെ വന്നതാ. മിണ്ടാ നിക്കണം നാണം കെട്ടവനെ. എന്റെ അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. വസുമതി ആന്റി, ഈ കല്യാണത്തോടെ അർജുനേട്ടന്റെയും പ്രീതിയുടെയും ജീവിതം തകരും. വസുമതി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇത്ര വലിയ ശിക്ഷ തരരുത് പ്ലീസ്. മൂന്നാൾക്കും പറയാനുള്ളത് കേട്ടല്ലോ സത്യഭാമേ. മഹാപാപോ ഞാൻ ചെയ്യാൻ തുനിഞ്ഞത്. ഇത്രയും പേരുടെ കണ്ണീര് ചവിട്ടി നിന്ന് അത്രയും വലിയൊരു പാപം ചെയ്യാനുള്ള ചങ്കുറപ്പൊന്നും എനിക്കില്ല സത്യഭാമേ. എത്ര ജീവിതങ്ങളാ തകരുന്നത്. ഇല്ലില്ല, ഈ കല്യാണം ഞാൻ നടത്തില്ല. ഇവർക്കും മട്ടായോ? പക്ഷേ ഒരു വാക്ക് ബാക്കിയുണ്ട് സത്യഭാമേ. അർജുനെ ഇവിടുന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ പറയുന്ന പണി നീ ചെയ്യുന്നുള്ള വാക്ക്. ആ കടം ഞാനിപ്പോ തിരിച്ചു ചോദിക്കാം. ഇവനും റോഷ്നിയുമായിട്ടുള്ള വിവാഹം സത്യഭാമ നടത്തി തരണം. അതും ഇന്ന് തന്നെ. വസുമതി ആന്റി പൊളിച്ചു. ദൈവമേ, ഒന്ന് കൈയടിക്കാനോ വിസിലടിക്കാനോ പറ്റുന്നില്ലല്ലോ. എന്താ നടക്കില്ലേ സത്യഭാമേ? വാക്കാണ് സത്യമെന്നൊക്കെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെന്തർത്ഥമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയേണ്ടത്. സത്യമേ, വാടാ ഇങ്ങോട്ട്. വരാൻ സത്യമേ, സത്യമേ, ഞാൻ പറഞ്ഞോട്ടെ. അനങ്ങി പോയി തൊറ്റേണം. സത്യഭാമയ്ക്ക് വാക്ക് തന്നെയാ ദൈവം. സത്യമേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സത്യം, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങോട്ടാ രണ്ടെണ്ണം കേറങ്ങോട്ട്. ഞാൻ പറയട്ടെ. അവിടെ കിടക്ക. വാടാ ഇങ്ങോട്ട്. സോറി ഗേൾസ്, ഒരു ഷോർട്ട് ബ്രേക്ക്. വാടാ ഇങ്ങോട്ട്. അമ്മ, രാഘവേട്ടാ, എന്താ ഇത്? കണ്ടോ ഇവനെ? സത്യമേ, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. ഭാമേ, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? രാഘവേട്ട, ഒരു വഞ്ചകനെ കൈയോടെ പിടികൂടി. സത്യഭാമയെ പിന്നീന്ന് കുത്തിയ രണ്ടാൾക്കാരെ മുകളിലത്തെ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഭാമേ, നമ്മുടെ മോളുടെ ജീവിതം നീ നശിപ്പിക്കാൻ പോകുന്നത്. അവളുടെ കഴുത്തെ താലിർക്കാൻ നീ കൂട്ടുനിൽക്കുകയാണോ? പ്രീതി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട നിമിഷം മുതൽ ഇവൻ എനിക്ക് ആരുമല്ല. വസുമതിയുടെ മകന്റെ വിവാഹം ഞാൻ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു കഴിഞ്ഞു. സോറി രാഘവേട്ട, സത്യഭാമയ്ക്ക് വാക്കാണ് ദൈവം. പോകാൻ സത്യഭാമേ, മുഹൂർത്തം കഴിയാറായി.
പാടെവിടെ സത്യം നടക്കട അങ്ങോട്ട്. സത്യം ഞാൻ പറഞ്ഞോട്ടെ. നടക്കാൻ സത്യം ഞാൻ നടക്കടാ. ഭാമേ ഭാമേ സത്യമേ സത്യം നീ വാ ഇങ്ങോട്ട്. സത്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞു. അത്രയ്ക്ക് ദണ്ണാണെങ്കിലേ അങ്കിള് പ്രീതിയും ശാലിനിയും നേരിട്ട് അങ്ങ് തുറന്നു വിട്ടേക്ക്. ദാ. ഇവിടെ വെക്കുന്നുണ്ട് താക്കോല്. മോളെ പ്രീതി പ്രീതി ഞാനിവിടെ ഉണ്ട് മോളെ. അച്ഛാ അച്ഛാ ഇല്ല മക്കളെ, നിങ്ങളെ സമയം പഴക്കാതെ വാ നോക്ക പൊയ്ക്കോ. മക്കളെ ഞാൻ ഓക്കെയാ, നിങ്ങൾ പോ ചെല്ല്. പിന്നെ താഴെ നമ്മൾ ഫോണിൽ പോണ്ട.
പിള്ളച്ചേട്ടൻ ഭാക്കറ്റി പോയിരിക്കുക. ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. അങ്ങേര് വന്ന് എനിക്ക് വേണമെന്നൊക്കെ ചെയ്തോളും. ചെല്ല്, നിങ്ങൾ പോ. പ്രീതി പോവാൻ പോ. ലതേ, നീ എങ്ങനെയാ ഇതുപോലെ ശാന്തമായി നിൽക്കുന്നത്? മുഹൂർത്തം കഴിയാറായി. ടെൻഷൻ വേണ്ടത് എനിക്കല്ല ഗോപി. വസുമതിക്കാം. ശാലിനിയോ? ആ ശാലിനി. വിഷ്ണുട്ടൻ ഇത് എവിടെയാ? ഞാനേ സുസ്മിതയുടെ കല്യാണത്തിന് വേണ്ടി ജോത്സ്യരെ കാണാൻ പോവാ. അല്ല, എന്തുപറ്റി? ഇയാളുടെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നത്? വിഷ്ണുട്ട പെട്ടെന്ന് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണം. പോലീസ് സ്റ്റേഷനിലേക്കോ? ഇയാൾ കാര്യം പറ. സുസ്മിതയുടെ കല്യാണ കാര്യം എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ വിഷ്ണുവേട്ടനെ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം പറഞ്ഞയച്ചതാ. എന്തിന്? ഇന്ന് അർജുനേട്ടന്റെ കല്യാണം. ഇന്നോ? അല്ല, 1-ാം തീയതി എന്നല്ലേ പറഞ്ഞിരുന്നേ? അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വസുമതി എന്റെ നടത്തിയ ഒരു നാടകമായിരുന്നു. വിഷ്ണുട്ട, സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. ഇതിന് പോലീസിന്റെ ആവശ്യമില്ല ശാലിനി. വിഷ്ണു ഒറ്റയ്ക്ക് മതി. വിഷ്ണുട്ട പ്ലീസ് നോക്ക്, ഇത് ആവേശം കാട്ടേണ്ട സമയമല്ല. അവിടെ വന്ന് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിയമം നമുക്കെതിരാം. പിന്നെ നമ്മൾ പറയുന്നതിന് ആരും കാതു തരില്ല. അതേസമയം നിയമം ഇപ്പൊ നമുക്ക് അനുകൂല. ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താതെയാ വസുമതി ആന്റി അർജുനേട്ടനും ആ പെൺകുട്ടിയായിട്ടുള്ള വിവാഹം നടത്തുന്നത്. അതും നിർബന്ധിച്ച്. പോലീസ് തന്നെ അത് തടഞ്ഞോളും വിഷ്ണുട്ട. പിന്നെ ആ കല്യാണം നടത്താൻ കഴിയില്ല വസുമതി ആന്റിക്ക്. വിഷ്ണുട്ട പ്ലീസ്, നമുക്ക് സമയം പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രീതിയുടെ ജീവിതത്തിന്റെ കാര്യം പ്ലീസ്. ശരി, അല്ല തടയുന്നത് പോലീസായ പോരെ? ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം. ഞാനിപ്പോ അങ്ങോട്ട് തന്നെ വരാം. ശരി. ആ, ഞാൻ വെക്കണേ. ഈശ്വര, ഇനി വിഷ്ണുവേട്ടൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ? സമാധാനിക്ക് പ്രീതി. എന്തായാലും ഈ കല്യാണം നടക്കില്ല. അതുപോരെ?
ലതേ, നിന്റെ ഭീഷണിയൊന്നും വസുമതിയുടെ അടുത്ത് ഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അർജുനെ കിട്ടില്ലെന്ന് മനസ്സിലായതോടെ അവരും മുങ്ങി. കോവിലകത്തിന് നാണക്കേടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ആൾക്കാരെ അയച്ചാൽ മതിയായിരുന്നു അർജുനെ തിരക്കി. ചിത്ര, അടുത്തേക്ക് വരണം. ഏട്ടന്റെ കല്യാണമായിട്ട് മോള് ദേവിയോട് പ്രാർത്ഥിച്ചോ? ഞാൻ തൊഴാൻ കയറിയിരുന്നു. അതുപോരാ, നന്നായി ഒന്നുകൂടി പ്രാർത്ഥിച്ചു. ചിത്ര കണ്ടോ? അവിടെയാണ് ശ്രീകോവിൽ. ദാ ഇവിടെ മുട്ടുകുത്തി നമസ്കരിച്ച് കണ്ണടച്ച് നല്ലതുപോലെ ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ.